കഥ കേട്ടിരുന്നു. സത്യൻ സാർ ഏറ്റവും ആദ്യം തന്നെ വീട്ടിലേക്ക് വിളിച്ച് അവിടെയും മറ്റേ ലാലേട്ടൻ എനിക്കൊരു പഴംപൊരി വന്നു ബർത്ത്ഡേക്ക്, അത് കുറെ ട്രോളൊക്കെ ആയിരുന്നു. അതുപോലെ എനിക്കും ഫസ്റ്റ് മെമ്മറി സത്യൻ സാറിന്റെ വൈഫ് ഉണ്ടാക്കി തന്നൊരു പഴംപൊരി, ഭയങ്കര ടേസ്റ്റുള്ള പഴംപൊരിയൊക്കെ കഴിച്ചോണ്ടാണ് ഞാൻ കഥ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഇതിലുണ്ടാവാൻ പോകുന്ന രസം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നെസ്ലിലൂടെ ചെയ്യുമ്പോഴും മാത്യുവിൻ്റെ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു വൈബ് ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ മുമ്പ് എൻ്റെ കണ്ടിട്ടുള്ള റിയാക്ഷൻസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോഴുള്ള ആ ഒരു രസമായിരിക്കും പടത്തിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ലാലേട്ടനോട് എടാ ഇനി എന്നാ കാണുന്ന, നീ എന്നെ മിസ് ചെയ്യോ എന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ചോദിക്കുന്നത്, ലാസ്റ്റത്തെ ദിവസം ചോദിച്ചത്. സംഗീത് പ്രതാപ് നമ്മുടെ കൂടെ. സംഗീത്, ഈ മോഹൻലാൽ ജഗതി അല്ലെങ്കിൽ മോഹൻലാൽ ശ്രീനിവാസ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ് ഇപ്പോൾ മോഹൻലാൽ സംഗീത ആൾക്കാർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? അത് കേൾക്കുമ്പോൾ ഒരേ സമയം ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷവും, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടെൻഷനും വരും. കാരണം ഇത് എത്രത്തോളം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാലാണല്ലോ ഇത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആര് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അതിലെ എത്രത്തോളം അതിൻ്റെ സത്യം ഉണ്ടെന്നുള്ളതിനേക്കാൾ ഞാൻ നോക്കുന്നത് സത്യൻ സാറിനെ പോലത്തെ ഒരാള് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മൾ ലെജൻഡായിട്ട് കാണുന്ന സത്യൻ സാറൊക്കെ തന്നെ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ അവരുടെ സിനിമകളിൽ ഒരു പാർട്ടാവാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ ഇതുപോലത്തെ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തും ആരാധിച്ചൊക്കെ വന്നിട്ട് അവരുടെ പേരിനൊപ്പം പറയുക എന്ന് പറയുന്നത് തന്നെ ഞാൻ ഭയങ്കര ഓവർവെൽമിങ്. ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ, കാരണം ഇത്രയും സീനിയറായ ഡയറക്ടർ വല്ലപ്പോഴാണ് സിനിമ ചെയ്യുന്നത്, അതിൽ പാർട്ടാകാൻ പറ്റുക എന്നൊക്കെ അല്ലേ പണ്ട് സിനിമ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരിക്കലും സിനിമ ചിന്തിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോയിന്റ് വരെ അഭിനയം എന്ന് പറയുന്നത് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് വന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. എനിക്ക് സംവിധാനമായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യും, അതിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ ആളില്ലാണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അതിന് എനിക്ക് എന്നിട്ട് ബെസ്റ്റ് ആക്ടറും കിട്ടി. പക്ഷേ സംഭവം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് പണിപ്പാളി, ഇത് പിടിക്കരുത്, ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യരുതെന്നുള്ള ഒരു തീരുമാനം എടുത്തത് എൻ്റെ തന്നെ പെർഫോമൻസ് കണ്ടിട്ടാണ്. പിന്നീട് ഞാൻ എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഓൺ സെറ്റിൽ എല്ലാവരും എന്തെങ്കിലും ഒരു സീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വിളിക്കും. ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര ഇതുപോലെ ആക്സിഡൻ്റലി ഒരു സഡൻ ഡിസിഷൻ ആയിരുന്നു. വിനീതേട്ടൻ വിളിച്ച് ഹൃദയത്തിലേക്ക് ചെയ്യുന്നുണ്ടോ, ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് എഗെയിൻ ആ പേരിനോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ്, എനിക്ക് ആക്ടിങ്ങിനോടുള്ള പാഷൻ കൊണ്ടിട്ടല്ല. അങ്ങനെയാണ് ഞാൻ ഹൃദയത്തിൽ വരുന്നത്. അതിനുശേഷമാണെങ്കിലും മുമ്പോട്ട് പോരുമ്പോൾ പ്രേമലു വരെ ഞാനിതിനെ ഭയങ്കര എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള നല്ല ഭയങ്കര ഫൺ, ആ ഒരു ദിവസത്തെ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു തമാശകൾക്ക് ഇവർ ഈ ഓൺ സെറ്റിലുള്ളവർ ചിരിക്കുന്നത് കാണാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിരുന്നത്. ഈവൻ ഹൃദയത്തിൽ അത്രയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ പോലും എല്ലാവരും ചിരിയൊക്കെ തന്നെയായിരുന്നു ഇത് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ബേസിക്കലി അതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഇത് പിന്നീട് തിയേറ്ററിൽ വരുന്നതോ, എനിക്ക് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ ആൾക്കാർ ചുമ്മാ നമുക്ക് വേണ്ടപ്പെട്ടവരാണോ അല്ലാത്തവരാണോ എന്നറിയില്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പോയിരുന്നു. അപ്പോഴൊന്നും സീരിയസ് അല്ലായിരുന്നു. പ്രേമലു ആണ് ഭയങ്കരമായിട്ടൊരു ഷിഫ്റ്റ് തോട്ടിൽ തന്നെ നമ്മുടെ പ്രൊഫഷനും പാഷനും തന്നെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് പോയത് പ്രേമലുവിന് ശേഷം. പ്രേമലുവിന് ശേഷമാണോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിലാണോ? ചെയ്യുന്ന പ്രോസസ്സിലും അല്ല, ശേഷം തന്നെ പറയാം. ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ എല്ലാ സിനിമകളും ചെറുതാണെങ്കിലും ഒരു പ്രിപ്പറേഷൻസും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അതേ പ്രോസസ്സിൽ തന്നെയാണ് പോയത്. പക്ഷെ ഇത് അതേ പറഞ്ഞെങ്കിൽ ഒരു കരിയർ പരമായിട്ടും നമ്മുടെ പാഷൻ പരമായിട്ടും ലൈഫിന് തന്നെ ഒരു ഡിസിഷൻ ചേഞ്ച് ഉണ്ടായത് അതിന്റെ റിസൾട്ടിന് ശേഷമാണ്. അതങ്ങനെ സംഭവിച്ച് സത്യൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു, എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ക്യാരക്ടറാണെന്ന് എന്നെ കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അഗൈൻ കുറെ അന്ന് ഇങ്ങനെ നമ്മള് ഫാസിൽ സാർ വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ദിലീപ് ഏട്ടൻ ഓരോരുത്തരും വിളിക്കുമ്പോൾ പ്രേമലു ലൈക്ക് എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് മാറുക എന്ന് പറയുന്ന പോലെയായിരുന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ്
സത്യൻ സാറിന്റെ സിനിമയിൽ ഞാൻ ഉണ്ടെന്ന് അനൂപേട്ടനും അഖിലേട്ടനുമാണ് പറഞ്ഞത്. ഇങ്ങനെ ഉണ്ട്, ഇപ്പോഴും സാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും പറയുന്നത് അമൽ ഡേവിസ് അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് തിരിച്ചു പോകും എന്നാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ സിനിമയിൽ ഉണ്ടെന്ന് അറിഞ്ഞു. അതിനുശേഷം റൊമാൻസിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് ഒരു ദിവസം വിളിച്ചപ്പോ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ആയി മാറി. ഇപ്പോൾ എഴുത്തിന്റെ പ്രോസസ്സിൽ ഫുൾ പൂനെയിലേക്കുള്ള ട്രാവലിലും ഉണ്ട്, അവസാനം വരെ ഉണ്ടെന്ന് അറിയുന്നതൊക്കെ. അപ്പോൾ ഭയങ്കര നമ്മളൊട്ടും ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അതിന്റെ ഒരു ഈ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ ബാക്കി എല്ലാ സിനിമകൾക്കും കഥ കേൾക്കുക, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കുക എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ച് വലിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സിനിമകളുടെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഒരു സിനിമയിൽ മാത്രമാണ് കഥ കേട്ടിരുന്നു. സത്യൻ സാർ ഏറ്റവും ആദ്യം തന്നെ വീട്ടിലേക്ക് വിളിച്ച് അവിടെയും മറ്റേ ലാലേട്ടൻ എനിക്കൊരു പഴംപൊരി ഒന്നു ബർത്ത്ഡേക്ക്, അത് കുറെ ട്രോളൊക്കെ ആയിരുന്നു. അതുപോലെ എനിക്കും ഫസ്റ്റ് മെമ്മറി സത്യൻ സാറിന്റെ വൈഫ് ഉണ്ടാക്കി തന്നൊരു പഴംപൊരി, ഭയങ്കര ടേസ്റ്റുള്ള പഴംപൊരിയൊക്കെ കഴിച്ചോണ്ടാണ് ഞാൻ കഥ കേൾക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ. അപ്പൊ അത് എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ തറവാട്ടിലേക്ക് കുറെ നാൾ പോവാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ, ആ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓണ്ടവേ മുഴുവൻ ഇതിന്റെ എക്സൈറ്റ്മെന്റ്. അവിടെ എത്തിയപ്പോൾ സത്യൻ സാറിന്റെ വീട്, അകത്ത് ഇവരുടെ പഴയ സിനിമകളുടെയും അവാർഡുകളുടെയും ഇത്. സത്യൻ സാറാണെങ്കിലും കഥ പറയുന്നതിനേക്കാൾ, സിനിമയുടെ കഥ പറയുന്നതിനേക്കാൾ മറ്റു കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്ലാൻഡ് ഒന്നുമല്ല. ഇപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് നടന്നിരുന്നു. അപ്പൊ ആക്സിഡന്റിനെ പറ്റി പറയുമ്പോൾ സത്യൻ സാർ ഒരു ആക്സിഡന്റ് കഥ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറയുന്നു അതിനോട് റിലേറ്റ് ചെയ്ത് പറയാനൊരു കഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി കഥയൊക്കെ പറഞ്ഞ് കേട്ട് ഞാനതങ്ങനെ കേട്ടിരുന്നു. ടോട്ടലി ഇതൊരു സത്യനന്ദിക്കാട് സിനിമയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടറിന് സ്പേസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇത് സാധാരണ സിനിമകൾ ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ തൊട്ട് മുമ്പ് ഉള്ള ക്യാരക്ടറിനേക്കാൾ ഡിഫറെൻ്റ് ആവാനുള്ള എഫേർട്ട് എന്തെങ്കിലും തോട്ടുപരമായിട്ടൊക്കെ ആലോചിക്കാറ്, എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഇത് ഞാൻ പ്ലെയിൻ ആയിട്ട് പോയി. അവിടെ ചെന്നിട്ട് നോക്കാം, ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇവർക്ക് വേണ്ടത് ഒരു അമൽ ഡേവിസിന്റെ ചാമ്പ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഓരോ കറക്ഷൻസ് വരുമ്പോഴും ഡയലോഗ് മോഡുലേഷൻസ് പറയുമ്പോഴും ഇവരുടെ ഓൾറെഡി ഉള്ള ടെക്സ്റ്റിലൊക്കെ ഞാൻ വായിച്ചിരുന്നില്ല സ്ക്രിപ്റ്റ്. ഓരോ ദിവസം അന്നാണ് സ്ക്രിപ്റ്റ് വായിച്ചു പോകുന്നത്. ഏകദേശം സീനുകൾ അറിയാം, പക്ഷെ ഡയലോഗ്സ് അറിയില്ലായിരുന്നു. അപ്പൊ ഡയലോഗ്സ് വായിക്കുമ്പോഴൊക്കെ കറക്റ്റ് ആ ഒരു അമൽ ഡേവിസ് പറയുന്നതിന്റെ ഒരു ഫ്രെയിമിങ് ഉണ്ട്. അപ്പൊ എവിടേക്കോ അമൽ ഡേവിസിനെ പോലത്തെ ചാമും ആ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു ജെറി. അതില് എങ്ങനെ മാറാം എന്നുള്ള ടെൻഷനൊക്കെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവർക്ക് വേണ്ട ആസ് എ ഡയറക്ടർ, പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിന് വേണ്ടത് എന്താണ് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ സാറ് പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതിലേക്ക് മാറുകയും ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി, അതായത് ഇതിലുണ്ടാവാൻ പോകുന്ന രസം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നെസ്ലിൻ്റെ കൂടെ ചെയ്യുമ്പോഴും മാത്യുവിൻ്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ മുമ്പ് എൻ്റെ കണ്ടിട്ടുള്ള റിയാക്ഷൻസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു രസമായിരിക്കും പടത്തിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇത് നമ്മള് നീ നെസ്ലിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഈ സീനില്, നീ മറ്റേ ഹരിഹര സുധൻ കാണിച്ച മറ്റേ റിയാക്ഷൻ ഇവിടെ ലാലേട്ടന്റെ അടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ട്, ഇന്നയാളെ ഞാൻ ഉപദേശിക്കുന്നത് പോലെ ഉണ്ട് ലാലേട്ടൻ ഉപദേശിക്കുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പൊ എനിക്ക് അതില് ഹൈ കിട്ടാൻ തുടങ്ങി. ഇതാണ് നമ്മളുടെ ഏറ്റവും കംഫർട്ട്. ഇപ്പൊ നമ്മൾ ചില സിനിമകളിൽ സുരാജേട്ടന്റെ ഒക്കെ പഴയ സുരാജേട്ടൻ വരിക എന്നുള്ളത്, ഞാൻ അത്ര പഴയതായിട്ടില്ലെങ്കിലും ഞാൻ മാറ്റാൻ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ വീണ്ടും കോൺഷ്യസ്ലി കൊണ്ടുവരേണ്ടി വന്നിരുന്നു. മറ്റേ റിയാക്ഷൻ വരിക എന്ന് പറയുന്നത്, അതിപ്പോ കമന്റ്സ് ഒക്കെ വരുമ്പോഴും ഇപ്പൊ ലാലേട്ടൻ കുത്തിനു പിടിക്കുമ്പോ നെസ്ലിൽ കുത്തിനു പിടിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറെ മൊമെന്റ്സ്, ഇങ്ങനെ ഭയങ്കര സിമിലർ സാധനങ്ങൾ റീക്രിയേറ്റിംഗ് മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിരുന്നു സിനിമയിൽ. മോഹൻലാൽ എന്നൊരു ലെജൻഡ് ആണല്ലോ നിൽക്കുന്നത്, അത്രയും സീനിയോറിറ്റി ഉള്ള ഒരാളാണ്. തുടരും ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ്. എന്നാൽ പോലും ഒരു ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ഇൻഹിബിഷൻസും പാടില്ല. ഈ അഴിഞ്ഞാടുക എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണമല്ലോ നിങ്ങൾ രണ്ടുപേരും. അത് എപ്പോഴാ കിട്ടിയത്? തുടക്കത്തിലേ അങ്ങനെയായിരുന്നോ? അല്ല, അതൊരു ഞാൻ തുടരുമിൽ പോകുന്നത് ലാലേട്ടനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ അന്നത്തെ ദിവസം സംസാരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ലിറ്ററലി ജസ്റ്റ് 1-2 കാര്യങ്ങൾ ഇങ്ങനെ 2-3 ദിവസങ്ങളുടെ ഷൂട്ടിന്റെ ഇടയിൽ സംസാരിച്ചു എന്നല്ലാതെ ഒരു രീതിയിൽ ജസ്റ്റ് പരിചയപ്പെട്ടു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു കോൺവെർസേഷൻ
ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോഴും ലാലേട്ടൻ ആ ഓറയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇതെങ്ങനെയാണ്, എങ്ങനെ സംസാരിക്കണം. പിന്നെ നമ്മൾ നിൽക്കുന്ന ഷോട്ടിൻ്റെ സമയം അല്ലാത്ത സമയത്ത് നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും എന്നൊക്കെ ഉള്ളതൊരു ഒരു മാറ്ററായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരു 3rd ഡേ ഞങ്ങൾക്കൊരു വെഡ്ഡിങ് സോങ്ങിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അന്ന് ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവിടെ തുടങ്ങി ഐസ് ബ്രേക്ക് ഉണ്ടായത് എനിക്കാണ്, ലാലേട്ടനല്ല. കാരണം ലാലേട്ടൻ ആദ്യം തുടങ്ങി നമ്മളെ കംഫർട്ടബിൾ ആക്കി തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്കാണ് ഈ പേടിയും സംഭവങ്ങളൊക്കെ. 3-ാമത്തെ ദിവസം തുടങ്ങി ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി, തമാശകൾ പറയാൻ തുടങ്ങി. അതൊരു 1 മണിക്കൂറിൽ തന്നെ എനിക്ക് ആ ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള മോഹൻലാൽ, എല്ലാവരോടും ഇങ്ങനെയാണെന്ന് പറയുന്ന മോഹൻലാൽ ഇതാണ്. ആ വൈബ് കിട്ടുന്നു, ആ ഹാപ്പിനെസ് കിട്ടുന്നു, തമാശകൾ പറയുന്നു. ഞാൻ ആ കംഫർട്ട് സോൺ എവിടെ കിട്ടിയാലും ഞാൻ തിരിച്ച് എൻ്റെ കംഫർട്ട് സോൺ കാണിക്കാറുണ്ട്. അത് ഏജോ എക്സ്പീരിയൻസോ ഒന്നും നോക്കാണ്ട് എല്ലാവരും എടുത്തും എനിക്കൊരു കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് ഞാൻ പിന്നെ ഇൻഹിബിഷനൊക്കെ മാറ്റി വെച്ച് ഞാൻ കയറും അങ്ങോട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പലരുടെ അടുത്തും ലാലേട്ടൻ എന്തെങ്കിലും തമാശയോ എന്തെങ്കിലുമൊക്കെ ടീസ് ചെയ്ത പോലത്തെ തമാശകളൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ മിണ്ടാതെ നിൽക്കും. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരിച്ചും പറയും, അങ്ങോട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ. ഓപ്പണായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ലാലേട്ടൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായത് ബാക്കിയുള്ള കോൺവെർസേഷനിൽ നിന്നൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് തിരിച്ച് റിപ്ലൈസ് കിട്ടുന്നത് കണ്ടപ്പോൾ ലാലേട്ടന് പെട്ടെന്ന് നമ്മളെ അടുത്തേക്ക് നിർത്താൻ തുടങ്ങി. തമാശകൾ കുറച്ചും കൂടി ഓപ്പൺ ആവാൻ തുടങ്ങി, കുറച്ചും കൂടി നമ്പേഴ്സ് കൂടാൻ തുടങ്ങി. ഫുൾ ടൈം ഇത് തന്നെ എന്നുള്ളതും ആ ദിവസം തന്നെ ഒരു സീക്വൻസ് വന്നു. അപ്പൊ അത് ശരിക്കും നമ്മൾക്ക് എല്ലാ സിനിമകളിലും ആ ഒരു മൊമെന്റ് ഉണ്ടാവും. നമ്മൾ ക്യാരക്ടറിലേക്ക് കയറി എന്ന് മനസ്സിലാവുന്ന ഒരു സീൻ വരും. ആ സീൻ ബേസിക്കലി എനിക്ക് നന്നായി ചെയ്ത് കഴിയുമ്പോഴായിരിക്കണം. അത് നന്നായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇന്നാവുന്ന മൊമെന്റ് എനിക്ക് അവിടെ വെച്ച് ഒരു ദിവസം കിട്ടിയായിരുന്നു. അത് ഞാൻ ലാലേട്ടനും കൂടി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്ന് ക്യാമറയിലേക്ക് എത്തി ഒരു വലിയൊരു കോൺവെർസേഷൻ സീനായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള. അപ്പോൾ ആ സീൻ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ആക്ടേഴ്സിന്റെ, അതായത് ലാലേട്ടനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറുടെ നമ്മളെ കംഫേർട്ട് ആക്കുന്ന രീതി. അതായത് അതിൽ എല്ലാ ഡയലോഗും എനിക്കാ. ഡയലോഗ് തുടങ്ങുന്നതോടെ അവസാനിക്കുന്നവരെ ഞാൻ പറയാം ലാലേട്ടൻ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലാലേട്ടൻ നമ്മളുടെ കൂടെ നിന്ന് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടി. പരിപാടി കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിന്നപ്പോഴും സത്യൻ സാർ ഓടി വന്ന് മാറ്റി നിർത്തി തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ലാല് പറഞ്ഞു നീ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ സ്റ്റാർഡ് മെസ്സേജിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചിട്ടു. അത് എനിക്ക് മമിതക്കാണ് അയച്ചിട്ടത്. ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് സത്യൻ സാർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടിട്ട് അത് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അതായത് ലാലേട്ടൻ പടം അവസാനിക്കുന്നതിന് മുമ്പ് പോലും അങ്ങനെ പറയുമെന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്. അതൊരു 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം നമ്മൾ ഒരു സീൻ ചെയ്ത് കഴിയുമ്പോൾ അത് പറയുമ്പോൾ കിട്ടുന്ന ഹൈ ആയിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ഡ്രൈവ് മൊത്തം. പിന്നെ എനിക്ക് ഇൻഹിബിഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ചെയ്യുമായിരുന്നു. അപ്പൊ അവർക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിയാക്ഷൻസും പെർഫോമൻസും ആണ് കോമഡിയിൽ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇമോഷണൽ സീൻ ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, ബാക്കി ദേഷ്യമാണെങ്കിൽ അഗ്രഷൻ ആണെങ്കിൽ എന്താണെങ്കിലും ചെയ്യാം. പക്ഷെ കോമഡിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിന് ഒരു ബാലൻസ് കണ്ടുപിടിച്ച് നമ്മൾ കൗണ്ടർ ചെയ്താലേ കാര്യമുള്ളൂ. അപ്പൊ ഞാനും നെസ്ലിനൊക്കെ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഞങ്ങൾക്ക് അതാണ്. ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് തന്നെയായിരുന്നു ലാലേട്ടൻ്റെ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഡയലോഗ് പറയുന്നതിന്റെ മീറ്ററിൽ ലാലേട്ടൻ റിയാക്ട് ചെയ്യുന്നതും ലാലേട്ടന്റെ പല മീറ്ററിനോട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതും ആ മാജിക് ഭയങ്കര ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സായി മാറുന്ന അത് ഇത്രയും സീനിയോറിറ്റി ഉള്ള ഒരാളുടെ കൂടെ ഇമ്പോസിബിൾ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. തുടരുമിലൊക്കെ പോലും ഇപ്പൊ എല്ലാവരും ഇവരുടെ കോമ്പിനേഷൻ രസമായിരുന്നു പറയുമ്പോഴും എന്റെ മൈൻഡിന്റെ അകത്ത് ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മുടെ എക്സ്പീരിയൻസ് ഓഫ് എൻ്റെ ഒക്കെ തന്നെ ആയിരിക്കും. എന്തോ ഒരു സിംഗിൾ ലൈമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ
അതൊക്കെ ബ്രേക്കായ ദിവസങ്ങളായിരുന്നു ഹൃദയപൂർവ്വത്തിൽ മൊത്തം. അതായത് ഞാൻ നെസ്ലിന്റെ അടുത്തും മാത്യുവിന്റെ അടുത്തും അമിതയുടെ അടുത്തും ഒക്കെ അർജുൻ ചേട്ടന്റെ അടുത്തൊക്കെ എത്രത്തോളം കംഫർട്ടബിൾ ആണോ, എത്ര ഫ്രീ ആണോ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ പല സംഭവങ്ങളിലൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഈ മാത്യു നെസ്ലിൻ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, അവിടെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ചെയ്യും, അത് സെയിം റിപ്പീറ്റ് ചെയ്ത സ്ഥലമാണ് ലാലേട്ടൻ. ലാലേട്ടൻ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുള്ളത്, ഇടക്കിടക്ക് പറഞ്ഞു തരും. നമ്മളുടെ പെർഫോമൻസിലും കൂടി കൺസേൺഡ് ആവുന്ന ആക്ടേഴ്സ് വരുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് എന്നെ പോലെ ട്രെയിൻഡ് അല്ലാത്തവർക്ക്. ഒരു സീനിന് മുമ്പ് ഇതിങ്ങനെ ചെയ്യാം അല്ലെ, ആ രീതിയിലൊരു സാധനം, ഒരു റിഹേഴ്സൽ എപ്പോഴും ഉണ്ടാവും. ഇവര് സത്യൻ സാറൊക്കെ നിന്നിട്ട് ഒരു പരിപാടി ഉണ്ടാവും. അപ്പൊ ഇംപ്രൊവൈസേഷൻസ് ഭയങ്കരമായിട്ടുണ്ട് ഈ സിനിമയിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും സീക്വൻസ് ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് ഇംപ്രൊവൈസേഷൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ലാലേട്ടനും ചെയ്യും. പിന്നെ ഞാൻ ലീഡ് ചെയ്യുന്ന സീൻസ് ഒക്കെ ആണെങ്കിൽ എന്നെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കും. ഇവര് രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. സത്യൻ സാറും ലാലേട്ടനും നമ്മുടെ പെർഫോമൻസ് കണ്ട് എൻജോയ് ചെയ്താൽ അവർ കുറെ നേരം ചിരിക്കും. എന്നിട്ടൊക്കെയാണ് അതിലെന്തെങ്കിലും ഒരു അഡീഷൻസ് പറയും ചിലപ്പോ, അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്ത് അങ്ങനെ തന്നെ. ചിലപ്പോൾ അവരുടെ മൈൻഡിലെ അങ്ങനത്തെ ഒരു സാധനമായിരിക്കില്ല. ഞാനപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങൾ അല്ലെങ്കിൽ ഡയലോഗിലെ ചെറിയ ട്വീക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അതിന്ന് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ സിനിമ കഴിഞ്ഞിട്ടേ മോഹൻലാൽ നേരിട്ട് പറഞ്ഞോ എന്തെങ്കിലും അഭിനയത്തെ കുറിച്ച്? ഇപ്പൊ സത്യൻ സാറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, അല്ലാണ്ട് സംഗീതമായിട്ട് നേരിട്ട് സംസാരിച്ചോ? അതാ പറയാ, ഞങ്ങള് സിനിമയോ പെർഫോമൻസോ അല്ല സംസാരിക്കുന്നത് ഒരു മൊമെന്റിലും. അതങ്ങനെ അങ്ങനെ പറയേണ്ട ഒരു ഡിസ്റ്റൻസ് ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് വേണം പറയാൻ. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമൽ കണക്ഷൻ അല്ലായിരുന്നു ലാലേട്ടനായിട്ടുള്ളത്. ലാലേട്ടനോട് എടാ ഇനി എന്നാ കാണുന്ന, നീ എന്നെ മിസ് ചെയ്യോ എന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റത്തെ ദിവസം ചോദിച്ചത്. അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു നമ്മൾക്ക് നമ്മുടെ ഒരു ബാക്കിയുള്ളവർ ഇപ്പൊ ഇവരൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇവര് നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് എപ്പോഴും വിളിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ റിയലി ലാസ്റ്റ് ഡേക്ക് ആയപ്പോഴേക്കും എനിക്കറിയാം ഇനി അങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്ട് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ ജെന്യുവിൻലി മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് റീച്ചബിൾ ആണെന്ന് അറിയാവുന്ന ആളും ഇത് ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള. അപ്പൊ എനിക്ക് ഈ ദിവസങ്ങൾ ഭയങ്കര പ്രഷ്യസാ. എനിക്ക് ഈ സിനിമയുടെ റിസൾട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ഇവരുടെ കൂടെയുള്ള ഈ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ആ മാർക്ക്. ഇപ്പൊ ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്നത് പോലത്തെ, അല്ലെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടണം എന്നൊക്കെ ഉള്ള നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നതാവണം എന്നൊക്കെ പറയുന്ന പോലത്തെ തന്നെ ഒരു ടിക്ക് മാർക്ക് ഇവിടെ സംഭവിച്ചു എന്ന് പറയാം. ഇപ്പം ബേസിക്കലി ഒരു എഡിറ്റർ ആയിരുന്നല്ലോ. ഇപ്പോൾ ചിലർ പറയുമ്പോൾ മഹേഷേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ട് ചില നടന്മാർ പുള്ളിയോട് പറയും, നീ ഇങ്ങനെ എഡിറ്റിംഗ് ടേബിളിൽ എന്നെ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ അഭിനയിപ്പിക്കല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഡിറ്റർക്ക് സ്വയം പെർഫോം ചെയ്യുമ്പോഴേ അത് മനസ്സിൽ വരാറുണ്ടോ? ഞാനില്ല, ഞാൻ ടെക്നിക്കലി ഫുൾ മറന്നു കളഞ്ഞിട്ടാണ് ആക്ടർ ആവുന്നത്. എനിക്ക് മൊത്തത്തിൽ കുറച്ച് ഈ പറഞ്ഞ എൻ്റെ മെമ്മറി ബോക്സ് കുറച്ച് ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പല കാര്യങ്ങളും ഈ എക്സ്പീരിയൻസ് പറയുമ്പോഴാണെങ്കിലൊക്കെ ഇപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസിൽ ഇവരുടെ ഒപ്പമുള്ള മെമ്മറീസ് വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു 3-4 ഓർമ്മയുള്ളൂ. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും എന്ത് പറയും ഇനി. ഓൾറെഡി കണ്ട ആളുകൾ കണ്ടത് വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ മെമ്മറി ബോക്സ് ചെറിയ ക്ലോസ്ഡ് ആണ്, ഞാൻ അതിലേക്ക് പോവാറില്ല. അതുപോലെ അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലായിരിക്കും. നമ്മൾ പഠിച്ചതും നമ്മുടെ ലോജിക്കുകളും കൺവിക്ഷൻസും ഒക്കെ എഡിറ്റിലുള്ള ഞാൻ മറ്റേ ആർട്ടിസ്റ്റിൽ കുറ്റം പറഞ്ഞിട്ടുള്ള എല്ലാം എന്നിലുണ്ടാവും ഇപ്പോൾ. കാരണം ആ വൾണറബിലിറ്റി തന്നെ പെർഫോം ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ കുറേ പേര് പറയും നീ എഡിറ്ററല്ലേ, എഡിറ്റ് മനസ്സിൽ കണ്ട് അഭിനയിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറ്റിയിട്ടില്ല. അത് പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എത്തണം, ടെക്നിക്കലി കൂടി ഇതിനെ ബ്ലെൻഡ് ചെയ്ത്. പക്ഷെ ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല, എനിക്ക് ഇപ്പോഴും പാടാണ്. ഓക്കെ, ഇപ്പൊ പ്രേമലുവിന് ശേഷം ആ ഒരു ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ ആക്ടിങ് എന്നൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ബോധേർഡ് ആവുന്നതും ഒക്കെ ആക്ടിങ്ങിൽ തന്നെയാണ്. അതിലെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിൽ എന്ത് കാര്യം ചെയ്യാം, എന്ത് പുതിയത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എഫക്റ്റഡ് ആവുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഫഷനോട് ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള
ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്സ് പോവാറുണ്ട്. അത് പ്രേമലൂരിന് മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് മുമ്പും പോയിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ആക്ടർ ആയതിനു ശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ അടച്ചുവെച്ച ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ട അത്യാവശ്യം വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെക്കാൾ ഞാൻ കുറച്ച് മടിയനാ, വെറുതെ ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ളത്. അതിനേക്കാളൊക്കെ ഇപ്പോൾ കുറെ ആളുകൾ മറ്റു കാര്യങ്ങളിൽ ഈ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പഠനങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വലിയ പഠനങ്ങളൊന്നും അല്ല കേട്ടോ, ഈ പറഞ്ഞ ആളുകളെ മനസ്സിലാക്കുക, കുറച്ചും കൂടി വൾണറബിൾ ആവുക. പിന്നെ അല്ലാണ്ട് അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പൊ പണിയെടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഞാൻ എഡിറ്റിൽ പോലും ഇത്രയും പണിയെടുത്തിട്ടില്ല. ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും തോന്നുന്നുണ്ട് അല്ലേ? പെർഫോമൻസിന് സ്ട്രെയിറ്റ് അവേ അതിന്റെ ടെക്നിക്കാലിറ്റികളും അവിടെ നമ്മൾ പഠിക്കുന്നതും അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ നമ്മൾ എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആക്കുന്നുണ്ട്, വൾണറബിൾ ആക്കുന്നുണ്ട്, കുറെയൊക്കെ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അവിടെ പഠിക്കുന്ന ഒരു ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ അല്ലാണ്ട് അതിനൊരു മെഡിറ്റേഷൻ പരിപാടിയായിട്ട് കാണാറുണ്ട് എല്ലാ തവണയും. അവിടെ പോയി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു റീബർത്ത് കിട്ടി തിരിച്ചു വന്നൊരു വൾണറബിൾ മനുഷ്യനാവാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ. ഈ അച്ഛൻ മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ക്യാമറ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്? അപ്പം അങ്ങനത്തെ കോൺവെർസേഷൻ ആളായിട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ എന്താ പറഞ്ഞത് മോഹൻലാലായിട്ടൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ? അച്ഛന് ഞാൻ ഇത്രയും നാള് ചെയ്തതിലും എനിക്ക് തോന്നുന്നു ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളിലൊക്കെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. കാരണം അവരും, അതായത് അച്ഛന്റെ ചെറുപ്പത്തിൽ അവര് കണ്ട ലെജൻഡ്സ് ആണ് ഇവര് അന്ന് തുടങ്ങി. അപ്പോ മകൻ വരുന്നു, ഈ കാലത്തും അവര് വെരി ആക്റ്റീവ്ലി അതേ എന്താ പറയാ അതേ ആക്റ്റീവ്നെസ്സിൽ തന്നെ നിന്ന് അവര് പടങ്ങൾ ചെയ്യുന്നതും അതിൽ ഞാൻ പാർട്ടാവുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതിലൊക്കെ അതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഈ പ്രൊജക്റ്റാണ്. കാരണം അച്ഛൻ്റെയൊക്കെ തുടക്കം അല്ലെങ്കിൽ ചെറുപ്പകാലം തുടങ്ങിയ അവർ കണ്ട് ആരാധിച്ചിരുന്ന ലെജൻഡ്സിന്റെ സിനിമ, അത് കഴിഞ്ഞ് അവരിപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നു, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് അച്ഛന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനും ചെറുപ്പം തുടങ്ങി അച്ഛൻ്റെ സിനിമാ കഥകളിൽ കേട്ടിട്ടുള്ള പേരുകളാണ് ഇവരൊക്കെ. മോഹൻലാലും സത്യൻ സാറും ഇവരൊക്കെ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അവരുടെ കൂടെ ഞാൻ അഭിനയിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ എന്നിട്ട് സെറ്റിലൊക്കെ വന്നായിരുന്നു. അപ്പൊ ആദ്യം ലാലേട്ടനോട് പറഞ്ഞപ്പോ അദ്ദേഹം എത്ര ആളുകളെ കാണുന്നാണല്ലോ, അപ്പോ ജയനൻ മുൻസിന്റെ അസിസ്റ്റന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ പ്രതാപ് എന്ന് പറഞ്ഞപ്പോ ലാലേട്ടനെ പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ ആണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം വന്ന് എന്റെ ഇതിലാണ് ഞാൻ അറിയേണ്ടത് പറഞ്ഞു പോയി. അച്ഛന് വിഷമമായി ഭയങ്കര. കാരണം അച്ഛൻ അങ്ങനെ മറക്കാൻ ഒരു സാധ്യതയില്ല. ഞങ്ങൾ ഒരു സിനിമ അല്ല കുറച്ചധികം സിനിമകൾ ഇവർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ് മറക്കാൻ സാധ്യത ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ലാലേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടി ഇന്ന ആളല്ലേ. അപ്പൊ ഞാൻ പറയാതിരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ആ ട്രേറ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അച്ഛനും അമ്മയും കൂടി ഒരു ദിവസം കാണാൻ വന്നത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയില്ല, പേര് കിട്ടിയില്ല ഇവർക്ക്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അച്ഛനും അമ്മയും പോയത്. ഇനിയിപ്പോ ലീഡ് റോളിൽ കുറെ സിനിമകൾ വരുന്നുണ്ട്. ആഷിഖ് ഉസ്മാന്റെ പടമുണ്ട്, വേറൊരു പടമുണ്ട് മെഡിക്കൽ മിറാക്കിൾ. എന്താ അതിന്റെ വിശേഷങ്ങൾ? എന്താ? മെഡിക്കൽ മിറാക്കിൾ ആണ് ആദ്യം തുടങ്ങുന്നത്. ഇപ്പൊ തന്നെ തുടങ്ങും, ഒരു മാസം. ഞാനിപ്പോ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒന്നുമല്ല, എന്നാലും ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. അത് ഭയങ്കര ഹോപ്പ്ഫുള്ളി കാണുന്ന ഒരു സിനിമയാണ്. ബിക്കോസ് ആ പോസ്റ്ററിലൊക്കെ ഉള്ള പോലെ ഒരു സൂപ്പർ ഹീറോയിങ് പരിപാടിയുള്ള ഒരു പടമാണ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപശ്ചാത്തലവും സീനുകളും ഒക്കെ ഉള്ള പരിപാടിയാണ്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് ശ്യാമിൻ എന്ന് പറഞ്ഞിട്ട്, സാമർത്ഥ്യ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ കരിക്കിന്റെ വെബ് സീരീസ് ഒക്കെ ചെയ്ത ശ്യാമിനും, റൈറ്റ് എഴുതിയിരിക്കുന്നത് നിലിൻ സാൻഡ്ര എന്ന് പറഞ്ഞിട്ട് ഉള്ള 2018 അഭിനയിച്ചിട്ടുള്ള ആക്ട്രസുമാണ് അവള്. അപ്പൊ ഭയങ്കര, പിന്നെ ഇനി 1-2 പേരുകളും കൂടെ ഒക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള പേരുകളും കൂടെ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു പടമാണ്, ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ
എനിക്ക് ഏറ്റവും ഈ പറഞ്ഞ പ്രേമല് പോലെ എനിക്ക് ഏറ്റവും കംഫർട്ട് സോണിൽ ചെയ്യാൻ പറ്റുന്ന, ഗിരീഷന്റെ കൂടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതേ കംഫർട്ട് സോണിൽ ചെയ്യാൻ പറ്റുന്ന ആളാണ് ഡിനോയ് ചേട്ടൻ. ഈ ആഷിഖ് ഉസ്മാൻ പടം ഡയറക്ട് ചെയ്യുന്ന ഡിനോയാണ്. പിന്നെ മമിത. മമിതയും ഞാനും റിയൽ ലൈഫില് ഭയങ്കര സിങ്കുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് ആക്ച്വലി റോംകോമാ പടം. ഞങ്ങള് ശരിക്കും ഭയങ്കര ബ്രദർ സിസ്റ്റർ അഫെക്ഷൻ ഉള്ളവരാ. ഞാൻ എഡിറ്റിലേക്ക് വായിച്ചായിരുന്നു ഇവര് ബ്രദർ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ സിനിമയാണല്ലോ. അപ്പൊ പക്ഷെ ഞങ്ങള് തന്നെ കുറെ കൺഫ്യൂഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു പരിപാടി പിടിക്കണമെന്നുള്ളത്. പക്ഷെ ആ സിനിമ തുടങ്ങി ഒരവസാനിക്കുന്ന സമയമൊക്കെ എത്തുമ്പോഴാണ് അതൊരു പ്രോപ്പർ റോംകോം എന്ന് പറയുന്ന ഒരു ജോണറിലേക്ക് എത്തുന്നത്. അതുവരെ പ്രോപ്പർ ഒരു കോമ്പിനേഷൻ, രണ്ട് ഫ്രണ്ട്സിന്റെ എല്ലാ വൈബും എല്ലാ അടിച്ചുപൊളികളും തല്ലിപ്പൊളികളും ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു പോയിന്റിൽ തോന്നി ഇതുവരെ പരിപാടി ഭയങ്കര ഇങ്ങനത്തെ ലാസ്റ്റ് സംഭവിക്കുന്ന റോംകോമിലെ ഇമോഷൻസിന് മുമ്പ് വരെ ഞങ്ങളുടെ എല്ലാ വൈബുകളും പരിപാടികളും ഉള്ള പടമാണ്. കോമഡിയാണ്. ഡിനോയ് ചേട്ടൻ്റെയൊക്കെ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് കോമഡി എഴുതുന്നതാണ്. പുള്ളി ഭയങ്കര സ്വഭാവമായിട്ട് പുള്ളി കോമഡി എഴുതും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലുള്ള സന്തോഷമുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുമ്പോൾ ഞങ്ങളും ഇതുപോലെ കോമ്പിനേഷൻ ചെയ്യണം എന്ന് അവളെപ്പോഴും എൻ്റെ നെസ്ലിന്റെ ഒക്കെ കോമ്പിനേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഞങ്ങള് സംസാരിക്കാൻ പറയുള്ളൂ നമുക്കൊരു പരിപാടി പിടിക്കണ്ടേ കോമ്പിനേഷൻ പറയുമായിരുന്നു. അപ്പൊ അത് കറക്റ്റ് വന്ന സിനിമയായിരിക്കും ആ സിനിമ. പേര് ഇപ്പൊ ഇട്ടിട്ടില്ല. അത് ജനുവരിയിലായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും തന്നെ അഭിനയിക്കുന്ന, നിവിൻ ചേട്ടൻ ലീഡ് ചെയ്ത് മമിത ഇത് ചെയ്യുന്ന ബദ്ലേം കുടുംബ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതില് ഞാനും അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ സിനിമയിലേക്ക് ചെയ്യുക. ഈ മമിത പറഞ്ഞ പോലെ നിങ്ങൾ തിക് ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടുന്ന സൗഹൃദം തുടങ്ങിയത്. പിന്നെ ഭയങ്കര രസമാണ് അത് കാണാൻ. സംഗീതം എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായാൽ മമിത അത് ഹൃദയം തുറന്ന് അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും തിരിച്ചും ഭയങ്കര രസമാണ് അത് കാണാൻ. എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഷൂട്ടിംഗ് സമയത്ത് നല്ല കമ്പനി ആയിരുന്നു. പ്രേമലുവിന്റെ സമയത്ത് ഞങ്ങള് ശരണ്യയിൽ ഒരുമിച്ച് കോമ്പിനേഷൻ ചെയ്തെങ്കിലും ജസ്റ്റ് ഒരു ഹായ് ബൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വരുമ്പോൾ ഒരു ഹായ്ക്കും ഒരു അപ്രീസിയേഷൻ നടക്കും എന്നുള്ള അല്ലാണ്ട് വേറെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ആളുകളായിരുന്നു. സെറ്റിലും നമ്മളിങ്ങനെ ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും ഒരു കമ്പനി സംഭവിക്കും, ആ കമ്പനി പയ്യെ ഗ്രോ ചെയ്യും, സിനിമ അവസാനിക്കുന്നതോടുകൂടി തന്നെ അത് ഏകദേശം അവസാനിക്കും. പിന്നെ ഇടയ്ക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ മാത്രം അത് പുതുക്കുന്ന ഫ്രണ്ട്ഷിപ്പായിട്ട് മാറാറാണ് പതിവ്. ഈ സിനിമ നടക്കുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു ഇവരൊക്കെ നെസ്ലിനാണെങ്കിലും മമിത ആണെങ്കിലും ശ്യാമ, അഖില, ബാക്കി എല്ലാവരും, ഗിരീഷനായിട്ട് ഞാൻ പിന്നെയും കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിയായി മാറുമെന്ന് വിചാരിച്ചിരുന്ന സെറ്റായിരുന്നു. പക്ഷെ സിനിമ കഴിഞ്ഞ് പിന്നീടാണ് ഞങ്ങളെല്ലാവരും അതിനേക്കാൾ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ക്ലോസ് ആവുകയും നമ്മുടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം അങ്ങോട്ടും ഷെയർ ചെയ്ത് ഇതാവാനും ഒക്കെ തുടങ്ങിയത്. മമിതയൊക്കെ ആക്ച്വലി രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവള് വെറുതെ വിളിച്ചിട്ട് എവിടെ ഉണ്ട്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അടുത്ത്. അപ്പൊ ഞങ്ങൾ അതിന് മുമ്പൊക്കെ ഫോണിലൊക്കെ കോണ്ടാക്ട് ഉണ്ട്, കമ്പനി കീപ്പ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോരെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം അവള് ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയത്. അപ്പോ അവള് വീട്ടിലേക്ക് വരുന്നു. പിന്നെ എപ്പോഴും ആള് നമ്മുടെ ഒരു ഫാമിലി ആയി, വീട്ടിലെപ്പോഴും വരും. അവളായിട്ട് ശരിക്കും എന്നേക്കാളും കമ്പനി എൻ്റെ വൈഫായിട്ടാണ്. ഞങ്ങള് 3 പേരുടെയും ഒരു കമ്പനി ഉണ്ട്. ഞങ്ങള് ട്രാവലും ഫുഡും ഞങ്ങളുടെ തമാശകളും ഞങ്ങളുടെ എല്ലാ ഈ പറഞ്ഞ പോലെ സന്തോഷവും വിഷമവും ഒക്കെ ഷെയർ ചെയ്യുന്ന ഞങ്ങൾ 3 പേരുടെയും ഒരു കമ്പനി ഉണ്ട്. അപ്പോ അങ്ങനെയാണ് അവള് ഒരു ഫാമിലി പോലെ ആയത്. ഇപ്പൊ മമിതയെ സംബന്ധിച്ച് വലിയ വലിയ അപ്ഡേറ്റ്സ് ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് സംഗീതത്തിനുണ്ടാവുമല്ലോ. അതൊക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ? ഞങ്ങള് ഡെയിലി കോണ്ടാക്ട് ആണ് ആക്ച്വലി. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴാണ് പിന്നെയും അവൾക്ക് കുറച്ച് തിരക്കുകൾ കൂടിയത്. അതിന് മുമ്പ് വരെ നമ്മൾ ഡെയിലി ഒരു 2 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, എല്ലാ ഇൻസെക്യൂരിറ്റികളും സന്തോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോൾ നസ്ലിൻ്റെ ഒരു പടം, നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അതേസമയം റിലീസ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള എങ്ങനെയാ പരസ്പരം സിനിമകൾ? ഇപ്പൊ വീണ്ടും അഭിനയിച്ചുള്ളൂ ഒരുമിച്ച് കുറെ നാൾക്ക് ശേഷം. അപ്പൊ വെദർ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണെങ്കിലും എന്ത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും
ആ ആ ആളോടുള്ള റിയൽ ലൈഫ് എന്താ പറയുക കംഫർട്ടും കമ്പനിയും ഒക്കെയാണ് പെർഫോമൻസിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അയാളെ ഒന്ന് നമ്മൾ ആസ് ആൻ ആക്ടർ മേത്തടിക്കണമെങ്കിൽ അയാളായിട്ടുള്ളൊരു കമ്പനിയും കംഫർട്ട് സോണും വേണം. അപ്പം അത് അവനായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. അതെനിക്ക് കഴിഞ്ഞ ദിവസം പെർഫോം ചെയ്തപ്പോഴും മനസ്സിലായി. ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കോമ്പിനേഷൻ. അതെ. അപ്പോൾ അതിൽ ഞങ്ങൾ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ആ കുറേ നാൾക്ക് ശേഷമാണെങ്കിലും ടോട്ടലി ഡിഫറെന്റ് രണ്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ഒരു സിങ്ക് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവൻ്റെയും ഗ്രോത്ത് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് ഭയങ്കര മാത്യുവിൻ്റെ ആണെങ്കിലും അവൻ്റെ ആണെങ്കിലും അവരുടെ ഗ്രോത്ത് പണ്ട് തുടങ്ങിയ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിന്റെ മുകളിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഇനിയും ഭയങ്കര രസമുള്ള പരിപാടികളുണ്ട് വരാനുള്ളത്. എനിക്ക് എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാം. അപ്പൊ അതിന്റെ സന്തോഷങ്ങളാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറെ ഇതിന്റെ ഇടയിലത്തെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യലും സൊല്യൂഷൻ കൊടുക്കലും സൊല്യൂഷൻ വാങ്ങലും ഒക്കെയാണ് കൂടുതൽ നടക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നന്നായി തുടരട്ടെ. ഈ എഡിറ്റിംഗ് പാരലൽ ഇപ്പൊ നടക്കുന്നുണ്ടോ അതോ കംപ്ലീറ്റ്ലി? ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തത് സർക്യൂട്ടാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ഹോൾഡ് ചെയ്തു. കാരണം ഇപ്പോൾ ആക്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ എൻ്റെ തോട്ടും എല്ലാ കാര്യങ്ങളും ഇതിലെങ്ങനെ പണിയിടുക എന്നുള്ള ശ്രമത്തിലായതുകൊണ്ട് അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ എഡിറ്റും ഭയങ്കര നല്ല സബ്ജക്റ്റുകളൊന്നും വന്നൂല. ഞാൻ ഇടയിലൊരു 3-4 സബ്ജക്റ്റ് കേട്ടു. അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ച് ഡെസ്പറേറ്റ് ആയിട്ട് നേരത്തെ ഒരു ഡെസ്പറേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അതപ്പോൾ എഡിറ്റില് കുറെ പടങ്ങൾ ചെയ്യണം, മാർക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു അവിടെ ഇനി ഒരെണ്ണം നല്ലതുണ്ടായി. ഇനിയിപ്പോൾ നല്ല നല്ല സിനിമകൾ, നമുക്ക് ആഗ്രഹമുള്ള സിനിമകളുടെ മാത്രം പാർട്ടായാൽ മതി. സ്റ്റേറ്റ് അവാർഡ് ഒരു സാച്ചുറേഷൻ എത്തിയെന്നാണോ തോന്നുന്നത്? അല്ലെങ്കിൽ അല്ലല്ല, സാച്ചുറേഷൻ അല്ല. നമ്മളൊരു മലയുടെ മുകളിൽ എത്തി അവിടെ എത്തിക്കഴിയുമ്പോൾ സാച്ചുറേഷനേക്കാൾ നമുക്ക് ആ ഒരു മാർക്ക് ഉണ്ടാക്കിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നില്ലെങ്കിലും താഴെ പിറക്ക് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ എത്തി എന്നുള്ള തോന്നലിനേക്കാൾ ആ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന അംഗീകാരത്തിന്റെ ഒരു ഹൈയും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അധികം നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് സിനിമകൾ എടുക്കണ്ട എന്നൊരു തോന്നുന്നു. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള അതായത് ആക്റ്റീവായിട്ട് നിൽക്കുക എന്ന് പറയുന്ന അത്യാവശ്യവും പൈസ പ്രൊജക്റ്റുകൾ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതിന്റെ ആവശ്യമായിട്ട് ചില സിനിമകൾ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനിയിപ്പം ക്യാരക്ടർ റോൾ ചെയ്യുക എന്നുള്ളൊരു സ്പേസ് ഭയങ്കര മാജിക്കൽ സ്പേസ് ആണ്. കാരണം അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് സ്റ്റാർസ് നമുക്കുണ്ട്. പക്ഷെ അതേസമയം ലീഡ് റോളും ചെയ്തു തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു എവിടെയാണ് കൂടുതൽ കംഫർട്ടബിൾ? അല്ലെങ്കിൽ ലീഡ് റോളിലേക്ക് ഇനി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഞാൻ ഈ ലീഡ് റോളുകൾ സെലക്ട് ചെയ്തത് പോലെ ആ ക്യാരക്ടേഴ്സ് കൊണ്ട് മാത്രമാണ്. അതായത് നമ്മൾ ചില സിനിമകളിൽ നായകന്മാരെ കാണാറുണ്ട്. നായകന്മാരവിടെ ഉണ്ട്, പക്ഷെ ആ സിനിമയിൽ ആ നായകനില്ലെങ്കിലും അല്ലെങ്കിൽ ആ നായകന്റെ ക്യാരക്ടറിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാവരും പറയില്ലേ, ചില സിനിമകൾ പറയും ഇതിൽ ഇന്നാളായിരുന്നല്ലോ നായകൻ എന്ന് പറയണ പോലെ. അത് ആ ക്യാരക്ടർ ഫോർമേഷനിൽ സംഭവിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുള്ളത്, ഇപ്പം ഈ 2 സിനിമകളാണെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടേഴ്സ് 2 സിനിമയിലും നന്നായതുകൊണ്ടാണ് ഞാൻ നായകനാവാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ക്യാരക്ടർ റോൾസ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പം നായകൻ ചെയ്യണ്ട എന്നുള്ളതാണ്. ആരും എൻ്റെ ക്യാരക്ടേഴ്സ് ഞാൻ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. എന്നാൽ നായകനാവാം, അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചത്. ഞാൻ നായകനാവാൻ വന്നതല്ല. അപ്പോൾ നല്ല സിനിമയുടെ ഭാഗമാവുക, നല്ല ക്യാരക്ടേഴ്സാണ് 2ഉം. അപ്പോൾ സിനിമകൾ കേൾക്കുമ്പോഴാണെങ്കിലും നായകൻ ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ നോക്കുന്നത് ആ ക്യാരക്ടറിന് സ്റ്റേക്ക് എന്താണ്, ആ ക്യാരക്ടറിന്റെ ആർക്ക് എന്താണെന്നുള്ളതാണ്. അതാണ് എനിക്ക് സജഷൻസ് ആയിട്ടൊക്കെ ഞാൻ പറയാറുള്ളത് എപ്പോഴും. ഈ ഡയറക്ഷൻ എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നല്ലോ. തുടങ്ങുന്നതിനെ ഡയറക്റ്റ് ചെയ്യാന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. അതിപ്പോഴും മനസ്സിലുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഈ അടുത്ത് ടിക്കി ടാക്കിയിൽ വർക്ക് ചെയ്യുമ്പോൾ രോഹിത്തേട്ടൻ ഭയങ്കര വിഷനുള്ള ഒരു ഡയറക്ടറാണ്. അതായത് ആള് ചെയ്യുന്നതിൽ കൃത്യമായ ക്ലാരിറ്റി, അത് ഭയങ്കര യുണീക്ക് ആവണം എന്നുള്ള ഒരു ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ക്യാരക്ടറും. അപ്പോൾ
രഘുത്തേട്ടൻ അവിടെ ഡയറക്റ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ കുറച്ചുള്ളൂ സിനിമയിൽ. പക്ഷെ ആ ദിവസങ്ങളിൽ അവിടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ആ ബോക്സ് അടച്ച് മാറ്റി വെച്ചേക്കായിരുന്നു. എനിക്ക് വീണ്ടും ഭയങ്കര ആഗ്രഹം തോന്നി, ഡയറക്റ്റ് ചെയ്യണമല്ലോ, അതായിരുന്നല്ലോ എൻ്റെ പാഷൻ, അതിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്നൊക്കെ രഘുത്തേട്ടൻ ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നി. അല്ലാതാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം എല്ലാ സിനിമകളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സിനിമയിലാണെങ്കിലും ഒക്കെ നമ്മുടെ ക്രിയേറ്റീവ് തോട്ട്സും ഡയറക്ടോറിയൽ വിഷനും ഒക്കെ പറയാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പാർട്ടാവുന്ന സിനിമയിലും പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ടോട്ടലി ഒരു സിനിമ ചെയ്യണം എന്നുള്ള എനിക്ക് പണ്ടും ഇന്ന ജോണർ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജോണർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് ചെയ്യാൻ. പല ടൈപ്പ് ഓഫ് സിനിമകൾ ആലോചിച്ചിരുന്നെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഥകളായിട്ട്. പക്ഷെ ഒരു ഇന്ന ജോണർ ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോണേഴ്സ് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി സംഭവിക്കട്ടെ. ഈ യാത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തുടരട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.